നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചവറയിൽ സ്വകാര്യ ചാനൽ ചർച്ചയ്ക്കിടെ സംഘർഷം. നാല് RYF പ്രവർത്തകർക്ക് പരിക്ക്. LDYF പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് ആരോപണം. അരവിന്ദ് കെജ്രിവാളിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി. അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരൻ മാത്രമല്ല, രാജ്യദ്രോഹിയുമാണ്. ഖാലിസ്ഥാൻ തീവ്രവാദികളെ മോചിപ്പിക്കാൻ ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിൽ നിന്നും 130 കോടി കെജ്രിവാൾ കൈക്കൂലി വാങ്ങിയതായും അബ്ദുള്ളക്കുട്ടി. ഖാലിസ്ഥാൻ തീവ്രവാദികളെ സഹായിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ പോലും നിങ്ങൾ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം. മാവേലിക്കര മണ്ഡലം LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണാർത്ഥം പോരുവഴിയിൽ വനിതാ പാർലമെന്റ്. രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച ശാസ്താംകോട്ട ഭരണിക്കാട്. വിശദമായ വാർത്തകളിലേക്ക്. ചവറയിൽ സ്വകാര്യ ചാനൽ ചർച്ചയ്ക്കിടെ ഉണ്ടായ സംഘർഷത്തിൽ 4 RYF പ്രവർത്തകർക്ക് പരിക്ക്. RYF പ്രവർത്തകരായ ബിലാൽ, ഷെഹിൻ വടക്കുംതല, ഷജീർ, പ്രജിത്ത് പൂക്കോടൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. LDYF പ്രവർത്തകരാണ് അക്രമം നടത്തിയതെന്നാണ് ആരോപണം. സ്വകാര്യ ചാനൽ ചർച്ചയ്ക്കിടെയാണ് ചവറയിൽ അക്രമമുണ്ടായത്. അക്രമത്തിൽ 4 RYF പ്രവർത്തകർക്ക് പരിക്കേറ്റു. LDYF പ്രവർത്തകരാണ് അക്രമം നടത്തിയതെന്നാണ് ആരോപണം. RYF പ്രവർത്തകരായ ബിലാൽ, ഷെഹിൻ വടക്കുംതല, ഷജീർ, പ്രജിത്ത് പൂക്കോടൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ഉൾപ്പെട്ട LDYF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നും DJ പാർട്ടി നടത്തിയ വാഹനം കസ്റ്റഡിയിലെടുക്കണമെന്നും ആവശ്യപ്പെട്ട് കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ, RSP സംസ്ഥാന പ്രസിഡന്റ് ഷിബു ബേബി ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ ചവറ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. അവര് വണ്ടി കസ്റ്റഡിയിലെടുത്തു. കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ട്. കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനകത്തുണ്ട്. ഇവിടെ വന്നാൽ അനിഷ്ട സംഭവം ഉണ്ടാകുന്നെങ്കിൽ നമുക്ക് തന്നെ അതിന്റെ തിരിച്ചടി ഉണ്ടാകുന്നുള്ളതുകൊണ്ടാണ് അവർ കരുനാഗപ്പള്ളി കൊണ്ടുപോയത്. വണ്ടിക്കകത്തൊന്നും ഒന്നും അഴിച്ചു മാറ്റിയിട്ടില്ല. ആ ലൈറ്റ് ഇടാതെ പോയി എന്നുള്ളൂ. ലൈറ്റ് ഓൺ ചെയ്യുമ്പോഴാണല്ലോ അത് കത്തുന്നത്. ആ എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. നമ്മുടെ ലക്ഷ്യം വണ്ടി എന്നുള്ളതല്ല, അതൊരു തുടക്കം മാത്രമേ ഉള്ളൂ. ഈ ചെയ്തവന്മാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള പരിശ്രമമാണ്. കമ്മീഷണറുമായിട്ട് സംസാരിച്ചു, പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു. അവർ ചില ഉറപ്പുകൾ ഞങ്ങൾക്ക് നേതാക്കന്മാർക്ക് തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നിപ്പോൾ ഇവിടുന്ന് പിരിയും. നാളെ വൈകിട്ടിനകം എന്താന്ന് ആ ഉറപ്പുകൾ എങ്ങനെ പോകുന്നു എന്ന് പരിശോധിച്ചതിന് ശേഷം ഉചിതമായ തീരുമാനമെടുക്കും. ഒരു കാര്യം ഞാൻ പറയാം, പോലീസിനെ കൊണ്ട് നീതി നടപ്പിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്തിരിക്കുക. ശനിയാഴ്ച രാത്രി 8 മണിയോടെ കൊറ്റൻകുളങ്ങര ക്ഷേത്ര മൈതാനിയിലായിരുന്നു സംഭവം. മനോരമ ന്യൂസ് ചാനലിന്റെ വോട്ട് ചർച്ചയ്ക്കിടെയാണ് അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയത്. LDYF പ്രവർത്തകർ നടത്തിയ റോഡ് ഷോയ്ക്കിടെ DJ വാഹനവുമായി എത്തി ചർച്ച തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ന്യൂസ് ബ്യൂറോ, ചവറ. കരുനാഗപ്പള്ളിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ കുടുംബയോഗങ്ങൾ നടന്നു. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി AM ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കുടുംബയോഗം നടന്നത്. തൊടിയൂർ വെളുത്തമണലിന് സമീപം നടന്ന യോഗം മുൻ MLA TK ദേവകുമാർ ഉദ്ഘാടനം ചെയ്തു. എന്തു വിചാരണയായാലും മുഖ്യമന്ത്രിയാകാൻ ഇറങ്ങി തിരിച്ച രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച ഭാഷ ഞങ്ങൾ ആലപ്പുഴ വെച്ച് കേട്ടതാ. കേട്ടില്ലേ? മയിലാടുകുന്നെന്ന് ഇവരാ നാളെ ഈ രാജ്യം ഭരിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു. ഇവരാ നാളെ ഈ നാടിനെ ഭരിക്കുന്നവര് നമ്മൾ ഒത്തിരി കണ്ടതല്ലേ. തൊടിയൂർ വെളുത്തമണലിന് സമീപം നടന്ന യോഗത്തിൽ ഹസൻ തൊടിയൂർ അധ്യക്ഷനായിരുന്നു. K വിജയൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അനിൽ എസ് കല്ലേരി വിഭാഗം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ, T രാജീവ്, ശശിധരൻ പിള്ള, R രഞ്ജിത്ത്, AA ജബ്ബാർ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ലാപ്പനയിൽ നടന്ന യോഗത്തിൽ ദീപ്തി രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു. R രതീഷ് സ്വാഗതം പറഞ്ഞു. B ഗോപൻ, TN വിജയകൃഷ്ണൻ, ക്ലാപ്പന സുരേഷ്, ശ്രീദേവി മോഹൻ, AA സമദ് തുടങ്ങിയവർ പങ്കെടുത്തു. കുലശേഖരപുരം പഞ്ചായത്ത് ജംഗ്ഷന് സമീപം നടന്ന യോഗത്തിൽ പ്രസന്നകുമാർ അധ്യക്ഷനായിരുന്നു. രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. P ഉണ്ണി, രവീന്ദ്രൻ പിള്ള, B സുധർമ്മ, N തുളസീധരൻ, ശ്രീലേഖ കൃഷ്ണകുമാർ, N കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. തഴവ കുതിരപ്പന്തിയിൽ UDF കുടുംബ സദസ്സ് നടത്തി. കുതിരപ്പന്തി ബൂത്തിന്റെ നേതൃത്വത്തിലാണ് കുടുംബ സദസ്സ് നടത്തിയത്.
UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് തഴവ കുതിരപ്പന്തി ബൂത്തിന്റെ നേതൃത്വത്തിൽ കുടുംബ സദസ്സ് സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി LK ശ്രീദേവി കുടുംബ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. നിലവിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റുതുലച്ച് അതെല്ലാം പ്രൈവറ്റ് ഏജൻസികളുടെ കയ്യിലായി. വൻകിട കോടീശ്വരന്മാരായിട്ടുള്ളവരെ വീണ്ടും ശതകോടീശ്വരന്മാരാക്കുന്നതിനുള്ള ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ട് അദാനി അംബാനി മുതലായ മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കുന്നതാണ് ഇന്ന് BSNL ആയാലും റെയിൽവേ ആയാലും വിമാനത്താവളമായാലും ഇതെല്ലാം. ബാങ്കുകൾ പോലും ഇന്ന് പ്രൈവറ്റ് ആയിട്ടുള്ള സ്വകാര്യ വ്യക്തികളുടെ കീഴിൽ ആയി തീർക്കാനുള്ള ശ്രമങ്ങളാണ്. സദാശിവൻ അധ്യക്ഷത വഹിച്ചു. മണിയൻ പിള്ള, കൊല്ലേത്ത് ഗോപാലകൃഷ്ണൻ, VT അനിൽകുമാർ, ഷീബ ബിനു, ലിജു, അനിൽ പുലിത്തിട്ട തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ. ഓച്ചിറ പായിക്കുഴിയിൽ UDF കുടുംബസംഗമം നടത്തി. പായിക്കുഴി 36-ാം ബൂത്തിലാണ് കുടുംബസംഗമം നടന്നത്. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഓച്ചിറ പായിക്കുഴി 36-ാം ബൂത്ത് UDF കുടുംബസംഗമമാണ് ജിയോ ഭവനിൽ വെച്ച് നടത്തിയത്. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N കൃഷ്ണകുമാർ പ്രസംഗിച്ചു. ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. നമുക്കെല്ലാം ഇതുപോലെ വന്നിരിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് തീരുമാനിക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. ഇവിടെ 2-3 കക്ഷികൾ നമുക്ക് നേരെ നിന്നുകൊണ്ട് പറയുമ്പോൾ അതിനെതിരെയുള്ള ശക്തമായ താക്കീതാകുവാൻ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് വിനിയോഗിക്കണം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് BS വിനോദ, സുൽഫിഖാൻ S, KB ഹരിലാൽ, P സോമൻപിള്ള, സാഗർ S, ശ്യാമള രവി, റാണി കലാസാഗർ, ഷുക്കൂർ പായിക്കുഴി, മുരുകൻ, രാജിനി, മോഹൻദാസ്, രവീന്ദ്രൻ പുതുക്കാട്ട്, ഷാജി ചോയ്സ്, സുൽഫിഖാൻ, റാണി കലാസാഗർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. LDF സ്ഥാനാർത്ഥി CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു. പോരുവഴി മയ്യത്തുങ്കരയിൽ സംഘടിപ്പിച്ച വനിതാ പാർലമെന്റിന്റെ ഉദ്ഘാടനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് സുഭാഷിണി അലി നിർവഹിച്ചു. മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വനിതാ പാർലമെന്റ് നടത്തിയത്. ഇടതുപക്ഷ ജനാധിപത്യ മഹിളാ ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് വനിതാ പാർലമെന്റ് നടന്നത്. ഒരുവഴി ചക്കുവള്ളി മയ്യത്തുങ്കരയിൽ സംഘടിപ്പിച്ച വനിതാ പാർലമെന്റിന്റെ ഉദ്ഘാടനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് സുഭാഷിണി അലി നിർവഹിച്ചു. നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും യാതൊരുവിധമായ പരിഗണനയും ലഭിക്കുകയില്ല എന്നും ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ് മോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരിക്കെ ഉണ്ടായ ബിൽക്കിസ് ബാനു കേസ് എന്നും ഇപ്പോഴും മോദിയുടെ ഭരണത്തിന് കീഴിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം വർദ്ധിച്ചു വരികയാണെന്നും സുഭാഷിണി അലി ആരോപിച്ചു. Sister-in-law and her mother and the members of her family, they were running away from their village. Her sister-in-law had a baby that night, and the next morning those BJP people, they surrounded the family. They killed Bilkis Banu's daughter. They killed that 1-day-old child, and they raped Bilkis Banu, her mother and her sister-in-law. They killed the entire family. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് R ലതാദേവി മുഖ്യ പ്രഭാഷണം നടത്തി. കണ്ടവന്റെ അടുക്കളയിൽ ഒളിഞ്ഞു നോക്കി കറങ്ങി നടക്കുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് ലതാദേവി ആരോപിച്ചു. പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊന്നും ഇപ്പൊ ഒന്നും പറയാതെ കണ്ടവർക്കെല്ലാം അടുക്കളയുടെ ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് പ്രധാനമന്ത്രി. അപ്പോഴാണ് അദ്ദേഹം കാണുന്നത് തേജസ്വി യാദവ് മീൻ തിന്നുന്നു, കൂടെ രാഹുൽ ഗാന്ധി ആണെന്നുണ്ടെങ്കിൽ ഇറച്ചി കഴിക്കുന്നു. നാണവും മാനവുമില്ലേ കണ്ടവന്റെ അടുക്കളയിൽ ഒളിഞ്ഞു നോക്കി നടക്കുവാൻ ഒരു പ്രധാനമന്ത്രിക്ക്? എന്തെല്ലാം നാടകങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഹാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ പരിശോധന നടത്തി രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ മതത്തിന്റെയും വർഗീയതയുടെയുമായിട്ടുള്ള വിഷം കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർണമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള മോദിമാർക്ക് അമിത്ഷാമാർക്ക് എതിരായിട്ടുള്ള മുന്നറിയിപ്പാണ് നമ്മുടെ രാജ്യത്തിന്റെ നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനായിട്ടുള്ള ശ്രീമാൻ ബഹുമാന്യനായിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ നാളുകളിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയത്.
ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ശൂരനാട് ഏരിയ പ്രസിഡന്റ് ബിന്ദു ശിവൻ അധ്യക്ഷത വഹിച്ചു. മുൻ MP CS സുജാത, കോവൂർ കുഞ്ഞുമോൻ MLA, കാപ്പസ് ചെയർമാൻ M ശിവശങ്കരപിള്ള, CPM സംസ്ഥാന കമ്മിറ്റി അംഗം K സോമപ്രസാദ്, RS അനിൽ, സാബു ചക്കുവള്ളി, K ശിവശങ്കരൻ നായർ, R അനിത, അംബിക, കൊല്ലം ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധി P ശ്യാമളയമ്മ, അനിത പ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി 22 വൈകിട്ട് 5 കുന്നത്തൂർ ഭരണിക്കാവ് സിനിമാ പറമ്പിലെത്തുന്നു. മാവേലിക്കര ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള പൊതുസമ്മേളനം രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസിന്റെ ദേശീയ നേതാവും വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധിയെ വരവേൽക്കാൻ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലുള്ള കൊല്ലം ജില്ലയിലെ പോരുവഴി സിനിമാ പറമ്പിലാണ് രാഹുൽ ഗാന്ധി എത്തുക. സിനിമാ പറമ്പിലെ ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്തുള്ള ഗ്രൗണ്ടിലാണ് രാഹുൽ ഗാന്ധിയെ വരവേൽക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. മാവേലിക്കര ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടക്കുന്ന പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം ചെയ്ത് രാഹുൽ ഗാന്ധി പ്രസംഗിക്കും. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളും രാഹുൽ ഗാന്ധിയോടൊപ്പം വേദിയിൽ പങ്കിടും. 22 വൈകിട്ട് 4 പ്രത്യേക ഹെലികോപ്റ്ററിലെത്തുന്ന രാഹുൽ ഗാന്ധി 5 നടക്കുന്ന പൊതുയോഗത്തിൽ പ്രസംഗിക്കും. നേതാവ് രാഹുൽ ഗാന്ധി 22 തീയതി വൈകുന്നേരത്ത് 4:20 നമ്മുടെ ശാസ്താംകോട്ട ഭരണിക്കാവിൽ സമീപമുള്ള സിനിമാ പറമ്പിലെ ഓഡിറ്റോറിയത്തിൽ ഈ വലിയ മൈതാനത്ത് 10,000-കണക്കിന് ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കൽ പോലും കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ ഒരു ദേശീയ നേതാവ് ഈ ഒരു സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല. അതിൻ്റെ ഒരാവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകന്മാരും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരും അദ്ദേഹത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള ആവേശത്തിലാണ് എന്നുള്ള വസ്തുത. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരൻ മാത്രമല്ല രാജ്യദ്രോഹിയുമാണെന്ന് BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി. ഖാലിസ്ഥാൻ തീവ്രവാദികളെ മോചിപ്പിക്കാൻ ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിൽ നിന്നും 130 കോടി കെജ്രിവാൾ കൈക്കൂലി വാങ്ങിയതായി അബ്ദുള്ളക്കുട്ടി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഖലിസ്ഥാൻ നേതാവ് തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPM ശ്രമിക്കുകയാണ്. അതിനാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക ജാഗ്രത കേരളത്തിൽ ആവശ്യമാണെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. അവസാന അടവായിട്ടാണ് ഇപ്പോൾ SDP-യുടെയും PDP-യുടെയും വോട്ടുകൾ ഇടതുവലതു മുന്നണികൾ നേടിയെടുത്തിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് വേണ്ടെന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ ഇവർക്ക് കഴിയുമോ എന്ന് അബ്ദുള്ളക്കുട്ടി ചോദിച്ചു. ഇന്ദിരാഗാന്ധിയെ നിഷ്ഠുരമായി കൊന്ന ഖലിസ്ഥാൻ തീവ്രവാദികളെ സഹായിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ പോലും നിങ്ങൾ കൂട്ടുപിടിച്ചിരിക്കുകയാണ് വെച്ച ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ കുറച്ച് MPമാരെ നിങ്ങൾ ജയിപ്പിക്ക്. കുറച്ച് കാലം കൊണ്ട് കേരളത്തിലെ കടമുൾപ്പെടെ തീർത്ത് ഈ കേരളത്തെ രക്ഷിക്കാൻ പറ്റുന്ന ഒരേ ഒരു പ്രസ്ഥാനം അത് നരേന്ദ്രമോദിയുടെ ടീമാണ് എന്നാണ് ആമുഖമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. BJPക്ക് കേരളത്തിൽ MPമാരുണ്ടായാൽ കേരളത്തിലെ 4 ലക്ഷം കോടിയുടെ കടം ഇല്ലാതാക്കുമെന്നും കൊല്ലം പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDYF കൊല്ലത്ത് യുവന്യായ പരിപാടി സംഘടിപ്പിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന ഭരണത്തിൽ തൊഴിലില്ലാപ്പട പെരുകുകയാണെന്ന് VT ബൽറാം പറഞ്ഞു. യുവജനങ്ങളെ വഞ്ചിച്ച ഗവൺമെന്റുകളാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ യുവാക്കൾക്ക് വേണ്ടി വാതോരാതെ സംസാരിക്കുകയും തെരുവിൽ കപട സമരമുഖം തീർത്ത ഭരണപക്ഷ യുവജന സംഘടനകളുടെ നാവും നട്ടെല്ലും പണയപ്പെടുത്തിയിരിക്കുകയാണെന്ന് യൂത്ത് ഇന്ററാക്ഷൻ വിത്ത് VT ബൽറാം യുവന്യായ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു VT ബൽറാം. ഈ സമയത്തിനകത്ത് ഏതാണ്ട് 20 കോടി പുതിയ തൊഴിലവസരങ്ങൾ രാജ്യത്ത് ഉണ്ടാവേണ്ടിയിരുന്നു. പക്ഷെ ഇന്നത്തെ തൊഴിലില്ലായ്മയുടെ അവസ്ഥ എന്താ? കഴിഞ്ഞ 50 വർഷത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ് രാജ്യത്ത് ഇന്ന് അനുഭവപ്പെടുന്നത്. ബംഗ്ലാദേശിന്റെ ഇരട്ടി തൊഴിലില്ലായ്മയാണ് ഇന്ത്യയിൽ. ശ്രീലങ്ക സാമ്പത്തികമായി തകർന്നു പോയിരിക്കുന്നത്. ശ്രീലങ്കയേക്കാൾ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. പാകിസ്ഥാൻ ഏതാണ്ട് സാമ്പത്തികമായി തകർച്ചയുടെ വക്കിലാണ്. അവിടത്തേക്കാൾ മോശമാണ് ഇവിടുത്തെ തൊഴിലില്ലായ്മയുടെ അവസ്ഥ. യഥാർത്ഥത്തിൽ തൊഴിലില്ലായ്മയെ കുറിച്ച് കൃത്യമായിട്ടുള്ള കണക്ക് പോലും ഇന്ന് രാജ്യത്ത് ആധികാരികമായി വിശ്വസനീയമായി പുറത്തു വരുന്നില്ല എന്നുള്ളതാണ്. 2016 ഏറ്റവും ഒടുവിൽ അവസാനത്തെ കണക്ക് പുറത്തു വന്നു. അതിനുശേഷം ഔദ്യോഗികമായി ഇതിനെക്കുറിച്ചുള്ള കണക്കുകൾ പോലും. UDYF കൊല്ലം ജില്ലാ ചെയർമാൻ റിയാസ് ചിത്ര അധ്യക്ഷത വഹിച്ചു.
UDYF ജില്ലാ കൺവീനർ സുഭാഷ് എസ് കല്ലട, DCC പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്, KPCC ജനറൽ സെക്രട്ടറിമാരായ ജെർമിയാസ്, സൂരജ് രവി, RYF സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ വിഷ്ണു സുനിൽ പന്തളം, ആരിഫ് കൊട്ടിയം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷന്റെ മുന്നിലെ ഓടയുടെ കോൺക്രീറ്റ് സ്ലാബിനോട് ചേർന്ന് കമ്പികൾ ഇളകിക്കിടക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. ദിവസവും നൂറുകണക്കിന് ആളുകൾ എത്തുന്ന അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷന് മുന്നിലെ ഓടയുടെ കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിലെ കമ്പികൾ നാളുകളായി തകർന്നു കിടക്കുകയാണ്. റോഡിലൂടെ എത്തുന്ന മഴവെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടിയാണ് ഓടയുടെ മുകളിൽ കോൺക്രീറ്റ് സ്ലാബിനോട് ചേർന്ന് കമ്പി പാകിയത്. കമ്പി തുരുമ്പെടുത്ത് ദ്രവിച്ച് ഇളകി കാൽനട യാത്രക്കാർക്കുൾപ്പെടെ അപകട ഭീഷണി ഉയർത്തിയിട്ടും അധികാരികളാരും ഇത് കാണാത്ത ഭാവം തുടരുന്നതായും പരാതിയുണ്ട്. നിരവധി ഓഫീസുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്ഥാപനത്തിലേക്ക് വരുന്ന ഇതുപോലുള്ള അപകടകരമായ ഒരു കുഴി തീർച്ചയായിട്ടും സർക്കാരിൻ്റെയും പഞ്ചായത്തിൻ്റെയും ശ്രദ്ധയിൽ പെടണം. ഒരു ഗ്രില്ല് ചെയ്തിരിക്കുന്നത് കമ്പിയെല്ലാം ഇളകി വെൽഡിംഗ് എല്ലാം പോയിരിക്കുകയാണ്. ഇവിടെ എത്തുന്ന വാഹനങ്ങളുടെ ടയറുകൾ പഞ്ചറാകുന്നതും പതിവാണ്. അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് ഓടയുടെ മുകളിൽ തുരുമ്പെടുത്ത് അപകടാവസ്ഥയിൽ കിടക്കുന്ന കമ്പി നീക്കി പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. 100 വണ്ടി ഡെയിലി വന്ന് പോകുന്നതാണ്. വയ്യാത്ത ആൾക്കാർ വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലം, ഒരു മാസം കഴിഞ്ഞാൽ മഴക്കാലമാണ് വരുന്നത്. ഈ വഴിയിൽ യാത്ര ദുരിതമായിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വഴി സഞ്ചാരയോഗ്യമാക്കണം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വിദ്യാധിരാജ ഇന്റർനാഷണൽ സംഘടനയുടെ നേതൃത്വത്തിൽ ചട്ടമ്പി സ്വാമി ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശനിയാഴ്ച വള്ളികുന്നത്തെത്തി. ഞായറാഴ്ച മുതൽ മെയ് 8 വരെ വിദ്യാധിരാജ സഹസ്രനാമ ശതകോടി സമൂഹാർച്ചന നടക്കും. അയിരൂർ തീർത്ഥപാദാശ്രമത്തിലെ ചിത് വിലാസിനി, കിടങ്ങന്നൂർ വിദ്യാനന്ദാശ്രമം മഠാധിപതി സ്വാമിനി കൃഷ്ണപൂർണിമാമയി, പത്തനംതിട്ട ഋഷിജ്ഞാന സാധനാലയത്തിലെ സ്വാമിനി ജ്ഞാനാഭനിഷ്ഠാനന്ദഗിരി എന്നിവർ ചേർന്ന് ദീപം കൊളുത്തിയാണ് വിദ്യാധിരാജപുരത്ത് രഥഘോഷയാത്രയെ സ്വീകരിച്ചത്. ശതാബ്ദി ആഘോഷവും സമൂഹാർച്ചനയും മുൻ സോളിസിറ്റർ ജനറൽ TPM ഇബ്രാഹിം ഖാൻ ഉദ്ഘാടനം ചെയ്തു. ലളിതമാണെങ്കിലും ഹ്രസ്വമാണെങ്കിലും പദഹൃദ്യമാണ്. ഇവിടെ എത്തിയിരിക്കുന്നവരെല്ലാം തന്നെ ഈ ആദർശങ്ങളും ആശയങ്ങളുമായി യോജിക്കുന്നവരാണ്. ഡോക്ടർ DM വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. പെരുമുറ്റം രാധാകൃഷ്ണൻ, P രാമഭദ്രൻ, വിക്ടർ ആന്റണി നൂൺ, ജയചന്ദ്രൻ പെരുമ്പട്ട, K ജയമോഹൻ, GP രവീന്ദ്രനാഥൻ നായർ, R സുനിൽകുമാർ, R ചന്ദ്രൻ ഉണ്ണിത്താൻ, PC നായർ, സോജ ഗോപാലകൃഷ്ണൻ, മീന മുരളീധരൻ, ആനന്ദനാർ പിള്ള, KG രാജേന്ദ്രൻ നായർ, പ്രഭാകരൻ പിള്ള, ശ്യാംനാഥ്, ഭാവന, VL വിഷ്ണുനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. ഞായറാഴ്ച മുതൽ അടുത്ത മാസം 8 വരെ വിദ്യാധിരാജ സഹസ്രനാമ ശതകോടി സമൂഹാർച്ചന നടക്കും. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. കരുനാഗപ്പള്ളി നാടകശാല ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു. പ്രതിമാസ പരിപാടിയുടെ ഭാഗമായാണ് ചിത്രരചന മത്സരം നടത്തിയത്. കരുനാഗപ്പള്ളി നാടകശാലയുടെ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായാണ് ചിത്രരചന മത്സരം സംഘടിപ്പിച്ചത്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മത്സരാർത്ഥികളായി. ജലഛായ മത്സരമാണ് സംഘടിപ്പിച്ചത്. കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വിവിധ പ്രതിമാസ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. മത്സര വിജയികൾക്ക് CR മഹേഷ് MLA സമ്മാനങ്ങൾ വിതരണം ചെയ്യും. തുടർന്ന് വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാടകശാല ഡയറക്ടർ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി പറഞ്ഞു. ബഹുമാനപ്പെട്ട നമ്മുടെ ആർട്ടിസ്റ്റ് കേശവൻ മാസ്റ്റർ ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ അദ്ദേഹത്തെ അറിഞ്ഞുകൂടായിരിക്കും. എന്നാൽ ആർട്ടിസ്റ്റ് സുജാതനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പിതാവാണ് ആർട്ടിസ്റ്റ് കേശവൻ. അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ട് നാടകശാല ഏപ്രിൽ മാസത്തെ പരിപാടിയായിട്ട് ഒരു അഖില കേരള ചിത്രരചനാ മത്സരം നടത്തുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. തൊടിയൂർ മുഴങ്ങോടി മഠത്തിനേത്ത് ഭദ്രാദേവി ക്ഷേത്രത്തിൽ പൊങ്കാല നടന്നു. പ്രതിഷ്ഠാ വാർഷികത്തിന്റെയും ഉത്തര മഹോത്സവത്തിന്റെയും ഭാഗമായാണ് പൊങ്കാല നടന്നത്. തൊടിയൂർ മുഴങ്ങോടി മഠത്തിനേത്ത് ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിലാണ് പ്രതിഷ്ഠാ വാർഷികത്തിന്റെയും ഉത്തരമഹോത്സവത്തിന്റെയും ഭാഗമായി പൊങ്കാല നടന്നത്. തന്ത്രി മുരിങ്ങൂർമന നാരായണൻ നമ്പൂതിരി ഭദ്രദീപം തെളിച്ചു. മേൽശാന്തി മഹേഷ് മോഹന ശർമ്മ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു.
ലിയോ തൊടിയൂർ, ജി ലാലു, ഷാനികുമാർ, സാജൻകുമാർ, MV സന്തോഷ്, സുഗതൻ, ജയൻ തജവ തുടങ്ങിയവർ പൊങ്കാല ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിന് ശേഷമായിരുന്നു പൊങ്കാല നടന്നത്. തുടർന്ന് പൊങ്കാല നിവേദ്യം, കലശപൂജ, കലശാഭിഷേകം, നൂറും പാലും എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. ചവറയിൽ സ്വകാര്യ ചാനൽ ചർച്ചയ്ക്കിടെ സംഘർഷം. നാല് RYF പ്രവർത്തകർക്ക് പരിക്ക്. LDYF പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് ആരോപണം. അരവിന്ദ് കെജ്രിവാളിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി. അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരൻ മാത്രമല്ല, രാജ്യദ്രോഹിയുമാണ്. ഖാലിസ്ഥാൻ തീവ്രവാദികളെ മോചിപ്പിക്കാൻ ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിൽ നിന്നും 130 കോടി കെജ്രിവാൾ കൈക്കൂലി വാങ്ങിയതായും അബ്ദുള്ളക്കുട്ടി. ഖാലിസ്ഥാൻ തീവ്രവാദികളെ സഹായിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ പോലും നിങ്ങൾ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം. മാവേലിക്കര മണ്ഡലം LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണാർത്ഥം പോരുവഴിയിൽ വനിതാ പാർലമെന്റ്. രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച ശാസ്താംകോട്ട ഭരണിക്കാട്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.